നമസ്കാരം. 1983 പാർലെ മെലഡി പുറത്തിറക്കുമ്പോൾ ഈ ചെറിയ മിഠായി എന്തെങ്കിലും ഒരു അന്താരാഷ്ട്ര നയതന്ത്രത്തിൻ്റെ ഭാഗമാകുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല. ഈ മിഠായി ഒരിക്കലും ഒരു ലക്ഷറി ഉൽപ്പന്നമായോ അല്ലെങ്കിൽ ആളുകൾ കൊതിക്കുന്ന ഒരു മിഠായിയായിട്ടോ ഒന്നും ആയിരുന്നില്ല അന്ന് മാർക്കറ്റ് ചെയ്തിരുന്നത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു മിഠായി അല്ലെങ്കിൽ ചില്ലറയ്ക്ക് പകരം കടയുടമകൾ കയ്യിൽ വെച്ച് തരാൻ മാത്രമുള്ള ഒരു മിഠായി, അതായിരുന്നു അന്ന് മെലഡി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വെറും ₹1 മാത്രമുള്ള ഈ മിഠായി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഹിറ്റായിരിക്കുകയാണ്. ഇറ്റലി സന്ദർശിക്കുന്ന മോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിക്ക് നൽകിയ മധുര സമ്മാനം വലിയ ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ. പാർലെ മെലഡി ചോക്ലേറ്റുകളാണ് മോദി മെലോനിക്ക് സമ്മാനിച്ചത്. സമ്മാനം കൈമാറുന്ന വീഡിയോ മെലോനി എക്സിൽ പങ്കുവച്ചത് ചൂടപ്പം പോലെ വൈറലാണ്. വില കുറവുള്ള മിഠായികൾക്ക് വലിയ വിപണിയുണ്ടായിരുന്ന 1980കളിലാണ് മെലഡി ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുന്നത്. ആ കാലഘട്ടത്തിൽ ഇറക്കുമതി ചെയ്ത ചോക്ലേറ്റുകളേക്കാൾ വില കുറഞ്ഞ മിഠായികളും പ്രാദേശിക പലഹാരങ്ങളുമായിരുന്നു ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് കൂടുതൽ പരിചിതം. അതിനാൽ പാർലെ വളരെ ശ്രദ്ധയോടെയാണ് മെലഡിയെ വിപണിയിൽ അവതരിപ്പിച്ചത്. അതിൽ ചോക്ലേറ്റിൻ്റെ രുചിയുണ്ടായിരുന്നു, എന്നാൽ വില കൂടുതലായിരുന്നില്ല. കാരമൽ അടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും വില കുറവായിരുന്നു. ചോക്ലേറ്റും കാരമലും എന്ന ചേരുവ തന്നെയായിരുന്നു ഈ മിഠായിയുടെ പ്രധാന ആകർഷണം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഫോർമുലയിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പുതിയ ബ്രാൻഡുകളും ചോക്ലേറ്റുകളും ഒക്കെ കളം പിടിക്കുമ്പോഴും മെലഡിയുടെ ആ സ്ഥാനം ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. പലർക്കും ഇതൊരു മിഠായി എന്നതിലുപരി ഒരു നൊസ്റ്റു കൂടിയാണ്. സാധാരണക്കാർക്കായി വിപണിയിൽ ഇറക്കിയ മിഠായികളിൽ തലമുറകളായി മാറ്റമില്ലാതെ നിലനിന്ന് പോകുന്നവ വളരെ ചുരുക്കമാണ്. അക്കൂട്ടത്തിൽ മെലഡിയും സ്ഥാനം പിടിച്ചു. ഈ മിഠായി സോഷ്യൽ മീഡിയയിൽ ഒരു മീമായി മാറുന്നത് 2023 ഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിയോടെയാണ്. അന്ന് മോദിയും മെലോനിയും ഒന്നിച്ച് പുഞ്ചിരിച്ച് നിൽക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ ശ്രദ്ധയാകർഷിച്ചു. സോഷ്യൽ മീഡിയ ഇരുവരുടെയും പേരുകൾ കൂട്ടിച്ചേർത്ത് മെലോഡി എന്ന പുതിയ വാക്കുണ്ടാക്കി. എക്സ്, ഇൻസ്റ്റഗ്രാം, മീം പേജുകൾ എന്നിവയിലുടനീളം ഈ വിളിപ്പേര് നിമിഷ നേരം കൊണ്ട് വൈറലായി. ഇരു നേതാക്കളും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം ഈ മീം വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. പിന്നീട് 2024 G7 ഉച്ചകോടിയായിരുന്നു മറ്റൊന്ന്. അവിടെ വെച്ച് മെലോനി തന്നെ മെലോഡി എന്ന ഹാഷ്ടാഗോടെ മോദിക്കൊപ്പമുള്ള ഒരു രസകരമായ സെൽഫി പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ തമാശയെ സ്വയം ഏറ്റെടുത്തു. അത് കാര്യങ്ങളെ ആകെ മാറ്റിമറിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ ആ ഹാഷ്ടാഗ് ട്രെൻഡിങ്ങിൽ ഒന്നാമതെത്തി. നേതാക്കൾ സാധാരണയായി ഇത്തരം മീമുകളെ അവഗണിക്കാറുള്ളതുകൊണ്ട് ഭൂരിഭാഗം രാഷ്ട്രീയ മീമുകളും അധികം നാൾ നിലനിൽക്കാറില്ല. എന്നാൽ ഇവിടെ മെലോഡി എന്ന ഈ മീം വീണ്ടും ക്ലിക്കായത് നേതാക്കൾ തന്നെ അതിനെ അംഗീകരിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ ജോർജിയ മെലോനിക്ക് മെലഡി മിഠായിയുടെ പാക്കറ്റ് മോദി സമ്മാനിച്ചതോടെ വീണ്ടും ഇത് ചർച്ചയായി. സമ്മാനത്തിന് നന്ദി എന്ന കുറിപ്പോടെ മോദി സമ്മാനിച്ച മെലഡി പാക്കറ്റുമായി ഇരു നേതാക്കളും ചിരിയോടെ നിൽക്കുന്നതിൻ്റെ വീഡിയോ മെലോനി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. മോദിയുടെ സമ്മാനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മെലോനി പിന്നീട് ഒരു വീഡിയോയും പങ്കുവച്ചു. മിനിറ്റുകൾക്കുള്ളിൽ ഈ വീഡിയോയും വൈറലായി. ഈ നിമിഷത്തെ ഇത്രയധികം ജനപ്രിയമാക്കിയത് ആ സന്ദർഭത്തിൻ്റെ ലളിതവും രസകരവുമായ സ്വഭാവമാണ്. നയതന്ത്ര ബന്ധത്തിനിടെ പലപ്പോഴും ചില വസ്തുക്കൾ അതിൻ്റെ പ്രതീകങ്ങളായി മാറാറുണ്ട്. ചിലപ്പോൾ അതൊരു വിരുന്നാകാം, അല്ലെങ്കിൽ ഒരു ചിത്രമാകാം, മറ്റു ചിലപ്പോൾ കൈപ്പടയിൽ എഴുതിയ ഒരു കുറിപ്പൊക്കെ ആകാം. എന്നാൽ ഇത്തവണ ഭൂരിഭാഗം ഇന്ത്യക്കാരൻ രുചിച്ച ഒരു മിഠായി ആയിരുന്നു ആ പ്രതീകം. അതാണ് മെലഡിയെ താരമാക്കിയത്. ഇന്നലെയാണ് നരേന്ദ്രമോദി റോമിലെത്തിയത്. ചരിത്ര പ്രാധാന്യമുള്ള കൊളോസിയം ഉൾപ്പെടെ സന്ദർശിക്കും മുൻപ് മോദി മെലോനിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൻ്റെ സന്ദർശന ചിത്രങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം എക്സിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇനി രസകരമായി മറ്റൊരു വസ്തുത ഇരുവരുടെയും വീഡിയോ പുറത്തു വന്നതോടെ പാർലെ ഇൻഡസ്ട്രീസ് കമ്പനിയുടെ ഓഹരികൾക്ക് വില കൂടി എന്നതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 12:20 വരെ നഷ്ടത്തിലാണ് കമ്പനിയുടെ ഓഹരി വില പോയിക്കൊണ്ടിരുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് വിലയായ ₹5 നിന്ന് ഇന്ന് 4.84 വരെ താഴുകയും ചെയ്തിരുന്നു. മെലോനിയുടെ വീഡിയോ പുറത്തു വന്നതോടെ ശരവേഗത്തിൽ ഓഹരി ₹5.25 കയറി. എന്നാൽ പാർലെ ഇൻഡസ്ട്രീസിന് മോദി മെലോനിക്ക് നൽകിയ പാർലെ മെലഡി ചോക്ലേറ്റുമായി ഒരു ബന്ധവുമില്ല എന്നതാണ് വസ്തുത. ഈ ചോക്ലേറ്റും പ്രസിദ്ധമായ പാർലെ ജി, മൊണോക്കോ, ക്രാക്ക് ജാക്ക്, ഹൈഡ് ആൻഡ് സീക്ക് തുടങ്ങിയ ബിസ്ക്കറ്റുകളും നിർമ്മിക്കുന്നത് പാർലെ പ്രൊഡക്ട്സ് എന്ന കമ്പനിയാണ്. റിയൽ എസ്റ്റേറ്റ്, അടിസ്ഥാന സൗകര്യ വികസനം, പേപ്പർ വേസ്റ്റ് റീസൈക്ലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് പാർലെ ഇൻഡസ്ട്രീസ്. പേരിലെ സാമ്യം കൊണ്ട് മാത്രം കോളടിക്കുകയായിരുന്നു അവർക്ക്.